ഞാൻ നാട്ടിൽ വന്നതിന് എന്തെങ്കിലും ഒരു റീസൺ അവളോട് പറയാം. അവൾ അറിയാതെ ചില കാര്യങ്ങൾ പൂർത്തിയാക്കി മടങ്ങാന്ന് കരുതിയാ ഞാൻ വന്നത്. ഇത്രയും നാൾ നിങ്ങൾ നാട്ടിൽ നിൽക്കുന്നതിൽ ഞാൻ വലിയ എതിർപ്പ് കാട്ടാതിരുന്നതും അതുകൊണ്ടാ. ഇനി നിങ്ങൾ അവിടെ താമസിക്കേണ്ട മല്ലിക. അവളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നേക്ക്. അത് വേണോ മാഡം? മോക്ക് സഞ്ജു സ്വാതിയായിട്ടൊക്കെ നല്ല അടുപ്പമുണ്ട്. അവളുടെ കൂടെ പഠിച്ചവരല്ലേ അവരൊക്കെ. മല്ലികയുടെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവളുടെ മമ്മി നന്ദന വർമ്മയാ, അല്ലാതെ ദക്ഷയല്ല. ഞാൻ അവളെ കൂട്ടി വരാം. പക്ഷേ ചില കാര്യങ്ങളൂടെ അറിഞ്ഞിരിക്കണം മാഡം. സ്വാതി അപകടപ്പെടുത്തിയത് ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം അവൾക്കറിയാം. കുടുംബശത്രുതയെ കാരണമെന്നും സഞ്ജന മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാതിയെ അവൾക്ക് അത്ര ഇഷ്ടാണോ? പഠിക്കുന്ന സമയത്ത് അവര് തമ്മിൽ അകൽച്ചയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാ. പക്ഷേ സഞ്ജുവായിട്ട് അവള് നല്ല സൗഹൃദത്തിലാ. ആ സൗഹൃദമൊക്കെ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചിട്ടല്ലേ നമ്മൾ മടങ്ങിപ്പോകാൻ പോകുന്നത്. മംഗലശ്ശേരിയിലെ ഒരാളെപ്പോലും ബാക്കി വെക്കില്ല ഞാൻ. ഡോക്ടർ ജയപാല് കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഒരു സന്തോഷ വാർത്തയെ അയാൾ പറഞ്ഞത്. ഗംഗാധര പണിക്കരുടെ പേരക്കുട്ടിയുടെ 2 കാലുകളും നിശേഷം തളർന്നു പോയെന്ന്. ഗംഗാധര പണിക്കർക്ക് കൊച്ചുമോളെ ഇപ്പോ ആ നിലയിൽ കാണാം. സത്യമാണ് മാഡം പറയുന്നേ. ആ പെണ്ണ് പാരലൈസ്ഡ് ആയി കഴിഞ്ഞു. അരയ്ക്ക് കീഴ്പോട്ട് ശവം. മരണത്തേക്കാൾ വലിയ ശിക്ഷ ജീവച്ഛവമാകുന്നതാ. ഒരു കരച്ചിലിൽ തീരുന്നതല്ലത്. ഇനി എന്ത് പ്രതീക്ഷയാ ഗംഗാധര പണിക്കർക്കുള്ളത്? ദൈവമേ, എന്താ ഞാനീ കേൾക്കുന്നേ? ഇനി സഞ്ജനയെ മമ്മി വിചാരിച്ചാൽ പോലും മടക്കിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. രാജു, ശ്രീകുട്ടി വീൽ ചെയറിലാണോ കൊണ്ടുവരുന്നത്? സഞ്ജു അതിനൊന്നും നിന്നില്ല. അവളെ കയ്യിൽ താങ്ങിയെടുത്താ വരുന്നത്. ശ്രീകുട്ടി വരുന്ന വിവരം അറിയാതെയാണോ ശ്രീദേവി അമ്പലത്തിൽ പോയത്? ദിനേശങ്ങളും കാവേരിയപ്പച്ചും കൂടെ പോയിട്ടുണ്ട്. അവരും ഇപ്പൊ എത്തും. മോനെ പതുക്കെ. പ്രഭേട്ട, വല്യച്ഛ എവിടെ? അവള് റൂമിലേക്ക് പോയി. നീ അവളൊന്ന് പുതപ്പിച്ചു കൊടുക്കാമോ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്, അത് പിന്നെ തരാം. എന്തിനാണെന്ന് എനിക്കറിയാം. പ്ലാസ്റ്റർ മാറ്റിയ നിലയ്ക്ക് നടന്നു തുടങ്ങാൻ എത്ര ദിവസം എടുക്കും മോനെ? ഇവളുടെ കാലുകൾ മരവിച്ചിരിക്കല്ലേ മുത്തശ്ശി. ഇനിയും ഫിസിയോതെറാപ്പി ചെയ്യണം. അവരാ ഈ കാൽമുട്ടും മടക്കാനും നടക്കാനും ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന. പണ്ട് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയപ്പോ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഒക്കെ ശരിയാകും മോളെ. എന്റെ മോക്ക് ഒരു പേടിയും വേണ്ട. ഞാനെന്താ ഫ്രഷ് ആവട്ടെ.
പ്രഭ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് കരുതില്ല. എന്തായാലും നന്നായി. ഈ കിടപ്പ് കൊണ്ട് പ്രഭ വിഷമിക്കൊന്നും വേണ്ട. അവളെ നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടിയില്ലേ? അതെ അച്ഛ, ജീവനോടെ തിരിച്ചു കിട്ടി. മോളെ, നീ ഇവളെ ഇങ്ങനെ തൊട്ടും തലോടിയും നിൽക്കാതെ ഇവക്ക് സഞ്ജുവിന് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക. ഞാനിപ്പോ കൊണ്ടുവരാം. എന്റെ മോളെ വേഗം സുഖപ്പെടും കേട്ടോ. ഇനി നിന്റെ കാര്യത്തിലാ ഇവിടെ എല്ലാവർക്കും ശ്രദ്ധ. മോളന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ കല്യാണോ? ഞാനൊന്ന് എഴുന്നേക്കട്ടെ മുത്തശ്ശി, എന്നിട്ട് പോരെ. ഞങ്ങള് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമല്ലേ മോളെ? മോള് കുറെ നേരം റെസ്റ്റ് എടുക്കുക. ശരി മുത്തശ്ശ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം മോളെ. ശരി. അതെ, മോള് റെസ്റ്റ് എടുക്ക. എനിക്ക് കുറച്ച് പണിയുണ്ട്. സഞ്ജു അമ്മവും വരും. അതിനെന്താ, എളയമ്മ പൊക്കോ. എളയമ്മേ. ആ, എന്താ മോളെ? എളയമ്മ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒന്നും മനസ്സിൽ വെച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അമ്മയോടും ഞാൻ തുറന്നടിച്ച് പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ടാ. നിന്റെ അമ്മയുടെ സ്ഥാനമല്ല എനിക്കുള്ളത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ അതൊന്നും മനസ്സിൽ വച്ചിട്ടില്ല. എനിക്ക് നീ അല്ലാതെ വേറെ ആരടിയുള്ളത്? എനിക്ക് സന്തോഷായി. എളിമ ചെല്ല്. ടേക്ക് കെയർ. സ്വാതി, സ്വാതി മോളെ. ഈശ്വര, അദ്ദേഹം എന്തിനാ കരയുന്നത്? ദൈവമേ, ഞാനിതെങ്ങനെ സ്വാതിയോട് പറയും? എനിക്കറിയില്ല. എങ്ങനെ ഈ വീട്ടിലുള്ളവരിത് താങ്ങും? അവള് കുറച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. അദ്ദേഹം എന്തൊക്കെയാ പറയുന്നത്? ചേച്ചിക്ക് എന്താ പറ്റിയത്? ദൈവമേ, നിനക്ക് എന്തിനാ മോളെ ഇങ്ങനൊരു വിധി ദൈവം തന്നത്? എനിക്ക് മനസ്സിലായി, ദൈവമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്നോട് ഈ കൊടും ക്രൂരത ചെയ്യില്ലായിരുന്നു.
ഒരു തെറ്റും ചെയ്യാത്ത എല്ലാവരും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന നിന്നെ ഞാൻ സ്നേഹിച്ചത് നിന്റെ മനസ്സിനെയാ സോദി. അരയ്ക്ക് താഴെ നിന്റെ ശരീരം തളർന്നു പോയെന്ന് വെച്ച് എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ ഒരു കാലത്ത് ഒരു കുറവും വരില്ല. നിന്റെ കുറവ് നിന്നെ ഞാൻ അറിയിക്കില്ല മോളെ. എന്റെ ഈ കൈകളിൽ നിന്നെ ഞാൻ കൊണ്ടു നടക്കും. അമ്മു 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 ലക്ഷ്മി ലക്ഷ്മി. ഈശ്വര, ഞാൻ പറഞ്ഞതൊക്കെ ഇവള് കേട്ടെന്നാ തോന്നുന്നേ. ബോധം തെളിഞ്ഞ ഇവള് ഉറക്കെ നിലവിളിച്ച് കരയും. ലക്ഷ്മി, ലച്ചു, ലച്ചു, ലക്ഷ്മി, ലക്ഷ്മി, ലച്ചു, ലച്ചു. ലച്ചു, ലച്ചു. ലച്ചു, ലക്ഷ്മി, ലക്ഷ്മി കണ്ണുറക്ക്. ലച്ചു, ഹേ, ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി കണ്ണു തുറക്ക്. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി കണ്ണു തുറക്ക്. ഹേ ലച്ചു, ലക്ഷ്മി, ലക്ഷ്മി. ലച്ചു, ഞാൻ വാതിൽ തുറന്നപ്പോ കണ്ടത് നീ അവിടെ ബോധമില്ലാതെ കിടക്കുന്നതാ. നിനക്ക് എന്താ പറ്റിയത്? ലക്ഷ്മി പറയ്, നീ ബോധം കെട്ട് വീഴാൻ എന്താ കാരണം? അതിന് മാത്രം എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. നീ ബോധം കെട്ട് വീഴാനുള്ള കാരണം നിനക്കല്ലേ അറിയൂ. അപ്പോ നിങ്ങൾ എന്നിൽ നിന്ന് അത് മറച്ചു വെക്കാൻ നോക്കണല്ലേ? എന്താ ലക്ഷ്മി, ഞാൻ എന്ത് മറച്ചു വെച്ചോന്നാ? നീ എന്തൊക്കെയാ പറയുന്നത്? എന്റെ ചേച്ചിക്ക് എന്താ സംഭവിച്ചത്? പറയാൻ. ലക്ഷ്മി, നീ എന്താ ഇങ്ങനെ? സ്വാതിക്ക് എന്താ സംഭവിച്ചത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഞാൻ അറിഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ലേ?
ഇല്ലേന്ന്. നിങ്ങള് കരഞ്ഞു പറയുന്നത് ഞാൻ കേട്ടതാ. എന്റെ ചേച്ചിയുടെ 2 കാലും തളർന്നു പോയെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാ. പറ, എന്റെ ചേച്ചിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലേ? ലക്ഷ്മി പതുക്കെ. നിങ്ങൾ എന്നോട് സത്യം പറ, എനിക്കത് അറിയണം. എന്റെ ചേച്ചിയുടെ കാലുകൾ തളർന്നു പോയോ? എന്റെ ചേച്ചിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലേ? ഇല്ല ഇല്ല ലക്ഷ്മി, സ്വാതിയുടെ കാലുകൾ രണ്ടും തളർന്നുപോയി. ആ പോയിസണിൽ നിന്ന് അവളുടെ ജീവൻ മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. ലക്ഷ്മി, നീ വിവരം ആരോടും പറയരുത്. ടെസ്റ്റിന്റെ റിസൾട്ട് ഡോക്ടർ ഡൽഹിയിലൊരു ഹോസ്പിറ്റലിൽ അയച്ചിരിക്കുക. അവിടെ നിന്നൊരു മറുപടി കിട്ടാതെ ഈ വിവരം പുറത്തു പോകരുത്. ചേച്ചിയെ പുറത്തെവിടെങ്കിലും കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദാക്കിക്കൂടെ? അതിനായിട്ടുള്ള കാത്തിരിപ്പില് ഞാനും പ്രഭങ്ങളും. വല്യപ്പച്ചി പോലും ഈ സത്യം അറിഞ്ഞിട്ടില്ല. കാലുകൾക്ക് ചലനശേഷിയില്ലെന്ന് സ്വാതിക്കറിയൂ. അവളത് നിന്നോട് പറയും. പതുക്കെ പഴയ നിലയിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു നീ അവളെ സമാധാനിപ്പിക്കണം. അവളുടെ മുമ്പിൽ നീ തളർന്നു പോകരുത്. പിടിച്ചു നിൽക്കണം, സന്തോഷം അഭിനയിക്കണം. ഇതിനകം ഒരുപാട് വേദനകൾ അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇത് അവൾക്ക് താങ്ങാനാവില്ല. സ്വാതി ഇതറിഞ്ഞ പിന്നെ അവൾ ആരോടും മിണ്ടാതാവും, ആരും അടുപ്പിക്കില്ല. നിന്നെ പോലും. അങ്ങനെ സംഭവിച്ച ട്രീറ്റ്മെന്റ് തുടരാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാവും. മനസ്സിന്റെ ധൈര്യം പ്രധാനം. നമ്മൾ അവൾക്ക് ധൈര്യം കൊടുക്കണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ മുഖത്തോടെ നീ അവളുടെ മുന്നിലേക്ക് ചെല്ലരുത്. ഞാനും നീയും പ്രഭയങ്ങളും അല്ലാതെ മറ്റാരും ഇതറിയരുത്. മതിയമ്മ, ഇതോടെ കുടിക്കുമോളെ. മതിയമ്മ, എനിക്ക് ഈ കഞ്ഞി അച്ചാറൊന്നും വേണ്ട. എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? എന്താ മോളെ, ഈ സമയത്ത് ഇതല്ലേ കഴിക്കാൻ പാടുള്ളൂ. എനിക്ക് മതിയമ്മ, ഇതോടെ കുടിക്കേ. അമ്മ, അമ്മ എന്തെങ്കിലും കഴിച്ചോ? അമ്മ കഴിച്ചോളാം മോളെ. അമ്മേ, ഞാൻ ഇതുപോലെ തളർന്ന് കണ്ടിട്ടില്ല. ഇനിയിപ്പോ വിഷമിക്കാൻ എന്താ ഉള്ളത്? വിഷമിക്കാനൊന്നുമില്ല മോളെ.